നീനൂസി രാജപ്പ ഓടി വാ, ഗാർഡൻ കാണാൻ പോകാം. രായപ്പനിട്ട് കുഞ്ഞടി തരട്ടെ. രായപ്പ ഇത് അപ്പുറത്ത് കൊണ്ട് താഴെ കൊണ്ടിട്ടിട്ട് പോയല്ലേ. ആ ഈ രാജപ്പനെ ചേച്ചിയുടെ അടുത്ത് വഴക്കോ വഴക്ക്. ഇവള് നടക്കാൻ നേരം ഉണ്ടല്ലോ, ഇവളുടെ വാലിങ്ങനെ പാന്ന് കിടക്കുമല്ലേ. കുഞ്ഞിപ്പിള്ളേരെ അമ്മമാരുടെ സാരിത്തുമ്പേ പിടിച്ചോണ്ട് നടക്കുമല്ലേ, അതുപോലെ ഇവരുടെ വാലെ കടിച്ചു പിടിച്ചോണ്ട് നടക്കും രായപ്പൻ. ഇന്നാള് പറഞ്ഞില്ലായിരുന്നോ അസേലിയാസ് ഒക്കെ ആവുമ്പോ കാണിച്ചു തരാന്ന്? അത് കാണിക്കാൻ പോവാണേ. നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഈ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അസേലിയാസ് ഉള്ളത്. ഇനി ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, റെഡി ആയിട്ടില്ല കറക്റ്റ്. പക്ഷെ കുറച്ചുകൂടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആയത് പോകും. ഈ വർഷം ബാച്ച് ബാച്ചായിട്ടാണ് ഉണ്ടാകുന്നത്. ഇത് കണ്ടോ, കണിക്കുന്ന പോലത്തെ ഒരു ചെടി. ഇതൊരു ബോൺസായി ആണേ. ഇവിടെ എല്ലാം പല കളറിലുള്ള അസേലിയാസ് ആണ് കേട്ടോ. അടുത്ത ആളെ കണ്ടോ, നിറങ്ങൾക്കൊക്കെ ഇതിനു മാത്രം ഭംഗിയുണ്ടെന്ന് ഈ പൂക്കളൊക്കെ കാണാൻ തുടങ്ങിയ പിന്നെയാണ് മനസ്സിലാകുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതേ ബ്ലൂബെൽസും ഫൊർഗറ്റ് മീ നോട്ടും ഒക്കെയാണ്. എന്ത് ബട്ടർഫ്ലൈസും ബീസും ഒക്കെയാ വരുന്നതെന്നറിയോ. നല്ല രസമാണ് ഒരു വെയിലൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാൻ. ഇത് ചെറിയ കേട്ടോ ഉണ്ടായി കിടക്കുന്നേ, പക്ഷെ പഴുത്തൊന്നും കിട്ടത്തില്ല, പക്ഷികളെല്ലാം കൊണ്ടുപോകും. ഇവിടെ കണ്ടോ വേറൊരു ടൈപ്പ് അസേലിയ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ടൈപ്പ് അള്ളി കയറി ഫുള്ള് കിടക്കുക. ഇവൻ ഈ വർഷം കുറച്ച് ലേറ്റ് ആവും കേട്ടോ. നല്ല പിങ്ക് കളറാണേ. ഒരാളെ നോക്ക്, ഇവർക്കൊക്കെ എന്തിനാ ഇത്ര മാത്രം ഭംഗി കൊടുത്തതല്ലേ. ഇത് നിറഞ്ഞു വരുന്നതേ ഉള്ളേ. അടുത്ത ഒരാളെ നോക്ക്, എന്താ ഭംഗി. ഇലയില്ലാതെ പൂക്കളാട്ടോ, സുന്ദരി കളറ്. നമ്മുടെ ഗാർഡനിൽ ആദ്യമാകുന്ന അസേലിയാണ്. ചെമ്പകമൊക്കെ പൂത്ത പോലത്തെ മണം. അടുത്തയാള് വെഗീല ഫ്ലോറിഡ. മണമൊന്നുമില്ല കേട്ടോ, സൗന്ദര്യമേ ഉള്ളൂ. ഈ ചെടികളെ ഞങ്ങളോട് ഇവിടെ വരുമ്പോ പറയുന്ന പോലെ ഞങ്ങൾക്ക് തോന്നും, അമ്മയുടെ അടി ഒന്നും വിചാരിക്കല്ലേ, ഇത് കൂടുതൽ എനിക്ക് പൂത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല എന്നിട്ടാ കേട്ടോ. ബ്രൂം പ്ലാന്റ് ആണ്, അതിന്റെ തന്നെ വേറൊരു കളറ്. ബട്ടർഫ്ലൈസ് നിൽക്കുന്ന പോലെ ഉണ്ട്. ഒരു ടൈപ്പ് ഹൈഡ്രേഞ്ചിയ കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയാണ്. നിലാവത്തൊക്കെ ചെടി നിറയെ ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്ന പോലെ തോന്നും. വശ്യമനോഹരിയായ ക്ലെമാറ്റസ്, ഇതിന്റെ പല ഷെയ്ഡുണ്ട് നമ്മുടെ അടുത്ത്. എന്നോട് ഞാനും അങ്ങനെ നല്ല റെഡ് കളറ് അസേലിയ വേലി പോലെ നിൽക്കുവാണ്. ഇത് റെഡിയായി വരുന്നതേ ഉള്ളൂ. വന്നു കഴിയുമ്പം വേറൊരു വീഡിയോയിൽ കാണിക്കാം ഫുള്ളേ. എവിടെ നോക്കിയാലും പൂക്കളാണ് കേട്ടോ ഈ സമയമായിട്ടുണ്ടെങ്കിൽ. ഇതാണ് ലിബേർഷ്യ. പുല്ല് പോലെ ഇങ്ങനെ നിൽക്കും, പക്ഷെ ഈ സമയമാകുമ്പോൾ ഇങ്ങനെ പൂക്കൾ വന്നിട്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. വല്ലാത്ത ഒരു വന്യ വശ്യത. ഏറ്റവും തിക്കായിട്ട് വരുന്നത് ഈ രക്ത ചുവപ്പ് സുന്ദരികളാണ് കേട്ടോ. ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഗാർഡൻ കണ്ടിട്ടുണ്ടേൽ കാട് പോലെയാണ് നിൽക്കുന്നേ, കാടൊക്കെ ഒന്ന് വെട്ടിക്കളയാൻ. ഇതൊന്നും കാടല്ല കേട്ടോ. നമുക്ക് ചെടികളോടുള്ള സ്നേഹം കാരണം അടുപ്പിച്ച് ചെടികൾ നടുന്നതാണ്. ഇതെല്ലാം ഓരോ സീസണിലും പൂക്കുന്ന ചെടികളാണ് കേട്ടോ, ഒന്നും കാടല്ല. ഇവിടെ കുറച്ച് സ്ഥലം നമ്മളിങ്ങനെ വൈൽഡായിട്ട് ഇട്ടിരിക്കുന്നതാണ്. കുറുക്കന്മാർക്കും ബാജേഴ്സിനും ഹെഡ്ജോഗിനും ഒക്കെ ആയിട്ട് അവർക്ക് സ്ഥലം വേണമല്ലോ. കാട്ടിലൊരു സുന്ദരിയുണ്ട്, കാണാം വാ. ഇവിടെയാണ് നമ്മുടെ നല്ല മണമുള്ള സുന്ദരിക്കുട്ടികൾ നിൽക്കുന്നത്. ഇതാണ് ലൈലക്ക്, വൈറ്റ് കളറാണ്. ചെണ്ടുമുല്ലയൊക്കെ ഇല്ലേ, അതുപോലത്തെ മണവും അതുപോലത്തെ ഒരു പൂവും. അടുപ്പിച്ച് കാണിക്കാവേ, ഇച്ചിരി മേലെ നിൽക്കുന്നത് കൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. നല്ല മണമാണ് ഇത് വീട്ടിലൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മളിവിടെ ഒരു റൗണ്ട് അബൌട്ട് പോലെ ഉണ്ടാക്കിയതാണേ. നിറയെ ചെടികളാണ്, അതിൻ്റെ ഇടയ്ക്ക് രണ്ട് സുന്ദരി അസേലിയകളും കട്ടയായിട്ടുണ്ടാകുന്ന ഒരു കളറ്. ഇത് ഉണ്ടായി വരുമ്പോൾ ബ്രൈറ്റ് പിങ്ക്, പിന്നെ ബേബി പിങ്ക് കളറായിട്ട് വരും. വേറെ ഒരു അൺയൂഷ്വൽ കളറേ. എന്താ ഭംഗിയില്ലേ. അതിൻ്റെ അകത്തൊരു ഷെയ്ഡും ഉണ്ട്. എനിക്ക് ഉറപ്പാ മുറ്റമീതാകെ പൂത്തു നിന്നാട്ടെ എന്നുള്ള പാട്ട് എഴുതിയത് ഇതെങ്ങാണ്ട് കണ്ടിട്ടാ. ഇത് കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോറിങ് തുറന്നു വരുന്നത് ഇങ്ങനെ നിൽക്കുവാണ്, കൺകുളിർക്ക കാണാൻ വേണ്ടി സുന്ദരികൾ. ഇവിടുന്ന് പിന്നെ ഇങ്ങനെ നോക്കിയാൽ വൈൽഡ് ഗാർലിക്, ബ്ലൂബെൽ എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അടുത്ത ആളെ കണ്ടോ, ഒരു ജെറേനിയം ടൈപ്പാണേ. നമ്മുടെ കമ്മലൊക്കെ പോലെയുണ്ട്, പല ഷെയ്ഡുണ്ട് ഇതിൻ്റെ കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു കാലമാണ് ഇനി. പിന്നെ ഇവിടുന്ന് അങ്ങ് തുടങ്ങുകയാണ് റോഡൻഡ്രം. ഇതെല്ലാം പൂക്കാനുള്ളതാണ്, ഒരേ കളറാണല്ല.
അടുത്തത് നമ്മൾ അപ്പുറത്ത് കണ്ട വൈറ്റ് ലൈലക്കിന്റെ ഈ കളറ്. എന്താ ഭംഗി, എന്തെന്നാ ഇതിന് പറയണ്ടേ. സൂക്ഷിച്ചങ്ങ് നോക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഓയിൽ പെയിന്റ് ഒക്കെ ഇല്ലേ, അതുപോലെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും ഇതിന്റെ പൂവ്. അടുപ്പിച്ചൊന്ന് കാണിക്കാവേ. ഇവിടുത്തെ ഇതിൽ പറയുന്നത് സുന്ദരിപ്പൂക്കളാണ്, നല്ലതാണ്, ഗാർഡനിൽ നിൽക്കുന്നത്. പക്ഷെ ഇത് വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ബാഡിലൊക്കെയാണെന്നാ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇത് പറിച്ച് വീടിന്റെ ഉള്ളിലൊക്കെ വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറയും അടുത്ത പാട്ട്, പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടില്ലേ, അതുപോലുണ്ട്. നോക്ക്, ഇത് കൂടുതലൊന്നും ഇതിന് പൂക്കാൻ പറ്റില്ല. ക്രിംസൺ ക്ലൗഡ് വൈറ്റ് കളർ ഇപ്പൊ UK എവിടെ നോക്കിയാലും കാണാം. നമ്മുടെ അടുത്ത് വേറൊരു ഷെയ്ഡും കൂടെ ഇട്ട് കാണിക്കാവേ. ഇതാണ് ചുവന്ന ക്രിംസൺ ക്ലൗഡ്. ഇത് ജാസ്മിൻ ആവട്ടോ, നമ്മുടെ പിച്ചിപ്പൂവൊക്കെ പോലത്തെ നിറയെ പൂക്കും. പൂ കഴിഞ്ഞിട്ടുണ്ട് ഇതേ നിറയെ ചുവന്ന കായാണ്. അതുകൊണ്ടായിരിക്കും ഇതേ നിറയെ പക്ഷികളുടെ കൂടുണ്ട്. പക്ഷികൾ തന്നെ കൂട് കൂട്ടുന്ന കൂടാഞ്ഞിട്ട് നമ്മൾ ഒരു കൂടും കൂടെ ഇവിടെ വെച്ചു കൊടുത്തേ. അതിൻ്റെ അകത്ത് കണ്ടോ മുട്ടയിട്ട് അവർ പറന്നുപോയി. ഇപ്പം സത്യത്തില് നമ്മള് ഈ പാട്ടുകളുടെ റീൽസ് എല്ലാം എടുക്കാൻ തുടങ്ങിയത് ഈ പൂക്കളുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. ഇതാണ് നമ്മളുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗാർഡന്റെ വിശേഷങ്ങൾ. ഇനിയും പൂക്കൾ ഒത്തിരി ആയി വരുന്നു. സീസണൽ പ്ലാന്റ്സ് ഇഷ്ടംപോലെയുണ്ട്. അതേപോലെ ഇനിയും റോസിന്റെ ഒക്കെ ഒരു കാലമായി വരും കേട്ടോ. റോസസ് മുട്ടിട്ട് വരുന്നു. അതായി കഴിയുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. ഈ പ്രകൃതിയും പൂക്കളും തരുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ് ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പരമാനന്ദം. അതുപോലെ ഈ കുഞ്ഞു മക്കളും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുതേ.